മുഴങ്ങുന്നു നമുക്ക് ചുറ്റും പള്ളിമണികൾ. ആത്മാവിൽ ദരിദ്രരായ മഹാപുരോഹിതന്മാർ മുഴക്കുന്ന പള്ളിമണികൾ. മത്തായി 5:3 ഇപ്രകാരം പറയുന്നു: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇതെങ്ങനെ സാധ്യമാകും? ആത്മാവിൽ ദരിദ്രരായവർക്ക് എങ്ങനെ സ്വർഗരാജ്യം പ്രാപ്യമാവും? അത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ആത്മാവ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ പ്രത്യക്ഷ ശരീരത്തോടൊപ്പം ആന്തരികമായ ആസ്ട്രൽ ബോഡിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് പാരാസൈക്കോളജിസ്റ്റുകൾ പോലും പരാമർശിക്കുന്നുണ്ട്. മനുഷ്യൻ മരിച്ചാലും നാശമില്ലാതെ നിലനിൽക്കുന്ന ഈ ആസ്ട്രൽ ബോഡിയെ ഒരു എനർജി ഫോം അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ എന്ന രീതിയിലാണ് പാരാസൈക്കോളജിസ്റ്റുകൾ മനസ്സിലാക്കുന്നത്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും ആസ്ട്രൽ ബോഡി അവശേഷിക്കുമെന്ന് അവർ പറയും. ഈ ആസ്ട്രൽ ബോഡിയെ ആത്മീയവാദികൾ ആത്മാവ് എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കുന്നു. യേശു ഓരോ മനുഷ്യരെയും കാണുന്നത് നിത്യജീവനുള്ള ആത്മാവിന്റെ രൂപത്തിലാണ്. യേശുവിന്റെ കാഴ്ചയിൽ പത്രോസ് ഇല്ല, തോമ ഇല്ല, യോഹന്നാൻ ഇല്ല. തനിക്ക് ചുറ്റും കാണുന്ന എല്ലാ മനുഷ്യരും നിത്യജീവനുള്ള ആത്മാക്കൾ മാത്രമാണ്. മനുഷ്യരുടെ ശാരീരികമായ കുറവുകളൊന്നും അവരുടെ ആത്മാവിനെ ബാധിക്കുന്നില്ല. ആത്മാവിൽ എല്ലാവരും തുല്യർ ആകുന്നു. ആയതിനാൽ എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുവാൻ യേശു ശിഷ്യന്മാരെ ഉപദേശിച്ചു. ഞാൻ ആത്മാവാണ് എന്ന ബോധമുള്ള ഒരാൾക്കും മറ്റൊരാളെ തന്നേക്കാൾ കുറഞ്ഞവനായി കാണാൻ ആവുകയില്ല. ആത്മാവിനെക്കുറിച്ചുള്ള അവബോധം നേടിയ യാതൊരാൾക്കും മനുഷ്യനെ മാത്രമല്ല ഒരു ജീവനെയും ഹിംസിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ സാധാരണ മനുഷ്യർക്കൊന്നും തന്നെ അങ്ങനെ ഒരു അവബോധം സ്വയമേ ഉണ്ടാകുന്നില്ല. അവരുടെ കഷ്ടപ്പാടുകൾക്കും ദുഃഖങ്ങൾക്കും നിരാശക്കും ഭയത്തിനുമുള്ള ഏക കാരണം ഈ അവബോധമില്ലായ്മയാണ്. അജ്ഞാനത്തിൽ മുഴുകി ജീവിക്കുന്ന അവർ ഓരോരുത്തരും കരുതുന്നത്, ഞാൻ ന്യായാധിപനാണ്, ഞാൻ പോലീസ് ആണ്, ഞാൻ മന്ത്രിയാണ്, ഞാൻ പോപ്പാണ്, ഞാൻ മെത്രാനാണ്, ഞാൻ അമേരിക്കക്കാരനാണ്, ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠൻ എന്നൊക്കെയാണ്. എന്നാൽ യേശു പറയുന്നു, എല്ലാവരും ആത്മാവിൽ തുല്യരാണ്. ആരും ആരേക്കാൾ വലിയവരോ ആരും ആരേക്കാൾ ചെറിയവരോ അല്ല. ഈ തിരിച്ചറിവ് ഉള്ളവർക്കു മാത്രമേ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. വളരെയേറെ പുരുഷാരം യേശുവിനെ പിന്തുടർന്നപ്പോൾ അവൻ മലമേൽ കയറി. അവൻ ഇരുന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അടുക്കൽ വന്നു. തന്നെ കേൾക്കാൻ വന്ന പുരുഷാരത്തെ ചൂണ്ടി യേശു അവരോട് പറഞ്ഞു, ഈ പുരുഷാരത്തെ നോക്കുക. ഇവർ കഷ്ടതയും യാതനയും അനുഭവിക്കുന്നു. ഇവർ ദുഃഖിക്കുന്നവരും വേദന അനുഭവിക്കുന്നവരുമാണ്. ഇവർക്ക് ഭൂമിയിൽ നീതി ലഭിക്കുന്നില്ല. ഇവരോട് ആരും കരുണ കാണിക്കുന്നില്ല. ഇവർ സമാധാനം അനുഭവിക്കുന്നില്ല. അതിനുള്ള ഏക കാരണം ഇവർ ആത്മാവിൽ ദരിദ്രരാണ് എന്നതാണ്. ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്, ഞാൻ കൃഷിക്കാരനാണ്, ഞാൻ ചുങ്കക്കാരനാണ്, ഞാൻ പരീശനാണ്, ഞാൻ സദൂക്യനാണ് എന്നെല്ലാം ഇവർ ഇവരെക്കുറിച്ച് മനസ്സിലാക്കുന്നു. എന്നാൽ ഇതിലെല്ലാമുപരി ഞാൻ ആത്മാവാണ് എന്ന സത്യം ഇവർ തിരിച്ചറിയുന്നില്ല. ആ തിരിച്ചറിവുണ്ടാവുന്ന നാളിൽ ഇവർ ആത്മാവിൽ സമ്പന്നരാവാൻ തുടങ്ങും. എന്നാൽ ഇന്ന് ഇവർ ആത്മാവിൽ ദരിദ്രന്മാരാണ്. എങ്കിലും ഇവർ ഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ടെന്നാൽ ഇവർ ഇവിടെ മനുഷ്യപുത്രന്റെ അരികിൽ എത്തിയിരിക്കുന്നതിനാൽ ഇവർക്ക് ആത്മജ്ഞാനം കൈവരാൻ പോകുന്നു. അതിനാൽ ആത്മാവിൽ ദരിദ്രരായ ഇവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം ഇവർക്കു കൂടി അവകാശപ്പെട്ടതാണ്. ഇവർ ആത്മാവാണെന്ന തിരിച്ചറിവ് നേടുന്നതോടെ ഇവരുടെ എല്ലാ ദുഃഖങ്ങൾക്കും അറുതി വരും. ദുഃഖിക്കുന്ന ഇവർ ഭാഗ്യവാന്മാർ, ഇവർക്ക് ആശ്വാസം ലഭിക്കും. ആത്മാവിനെ അറിയുന്ന ഓരോരുത്തരും സൗമ്യതയുള്ളവരായി മാറും. ഇവർ സൗമ്യതയുള്ളവരായി മാറുന്നതിനാൽ ഭൂമിയിൽ സകല മനുഷ്യരുടെ ഇടയിലും ഇവർ സ്വീകരിക്കപ്പെടും. ആയതിനാൽ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ആത്മാവിൽ ദരിദ്രരായവർ ഭൂമിയിൽ ഭരിക്കുന്ന കാലത്തോളം നീതിമാന് നീതി എന്നും ബഹുദൂരം അകലെ ആയിരിക്കും. എന്നാൽ ആത്മാവിനെക്കുറിച്ചുള്ള അവബോധം നേടിയവർ ഭൂമിയിലെ നീതിയിൽ വിശ്വസിക്കുന്നില്ല. അവർ സ്വർഗീയ നീതിയിൽ വിശ്വസിക്കുന്നു. അതിനാൽ അവർക്ക് തൃപ്തി ലഭിക്കുന്നു. നീതിക്ക് വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്കു തൃപ്തി വരും. ആത്മാവിൽ സമ്പന്നരായവർ എന്നും സഹജീവികളോട് കരുണയുള്ളവർ ആയിരിക്കും. അവർക്ക് സ്വർഗത്തിൽ നിന്നും കരുണ ലഭിക്കും. ആയതിനാൽ
കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരുവേ, അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഗുരു സംശയമില്ലാതെ പറഞ്ഞു, ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ മുന്നിൽ ഇരിക്കുന്ന നിന്നിൽ ഞാൻ ദൈവത്തെ കാണും. ശിഷ്യനു അത് ഒരു പുതിയ അറിവായിരുന്നു. ഹൃദയശുദ്ധിയുള്ള ഗുരുവിന് ശിഷ്യനിൽ ദൈവത്തെ കാണാനാവും. ആത്മാവിൽ ബലപ്പെട്ട ഒരുവൻ ഹൃദയശുദ്ധി കൈവരും. ഹൃദയശുദ്ധി കൈവന്നവർക്ക് സഹജീവികളിൽ ദൈവത്തെ കാണാൻ കഴിയും. ആയതിനാൽ യേശു ശിഷ്യന്മാരെ ഉപദേശിച്ചു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. താൻ മാത്രമല്ല, തന്റെ സഹജീവികളും നിത്യജീവനുള്ള ആത്മാക്കൾ ആണെന്നുള്ള തിരിച്ചറിവ് നേടിയവർ ഭൂമിയിൽ സമാധാനമുണ്ടാക്കുന്നവരായി സ്വയം മാറും. അതിനാൽ യേശു പറയുന്നു, ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഓരോരുത്തരും ദൈവത്തിന്റെ പുത്രന്മാർ ആണെന്ന് യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. ഭൂമിയിൽ ആർക്കും ദൈവപുത്രന്മാരായി മാറാനുള്ള ഒരവസരം ഈ വാക്കുകളിലൂടെ യേശു തുറന്നിടുന്നു. എന്നാൽ സഭകൾ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇക്കാര്യത്തിൽ സഭകൾ ക്രിസ്തു വിരുദ്ധമായി സംസാരിക്കുന്നു. ദൈവത്തിന് ഒരേയൊരു പുത്രൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ യേശുവിന്റെ വാക്കുകൾക്ക് പ്രതിബന്ധം സൃഷ്ടിക്കുന്നു. സമ്പത്തും അധികാരവും കൈക്കലാക്കാൻ മാത്രമുള്ള ഒരു ട്രേഡ് മാർക്ക് മാത്രമാണ് അവർക്ക് ക്രിസ്തു. ആത്മാവിൽ ദരിദ്രരായ സഭാപിതാക്കന്മാർ അധികാരമുള്ള മഹാപുരോഹിതന്മാർ ആയി സ്വയം ഭാവിക്കുന്നു. അവർ കയ്യാഫായുടെ വേഷസംവിധാനങ്ങളോടെ സ്വയം അലങ്കരിക്കുന്നു. യേശു പഠിപ്പിച്ച സ്വർഗരാജ്യത്തെക്കുറിച്ച് ഗ്രഹിക്കാത്ത അവർ സ്വർഗരാജ്യത്തിന്റെ യജമാനന്മാരായി ഭാവിക്കുന്നു. അവർ യാതൊരു വിശേഷവുമില്ലാത്ത സ്വന്തം കൈപ്പടങ്ങൾ വിശ്വാസികളുടെ ശിരസിൽ വെച്ച് അനുഗ്രഹം അരുളുന്നു. കുമ്പസാരം എന്ന കൂദാശയുടെ മറവിൽ അവർ വിശ്വാസികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നു. നൂറുകണക്കിന് പ്രാർത്ഥനകൾ സൃഷ്ടിച്ച് അതിനുള്ളിൽ അവർ വിശ്വാസികളെ തളയ്ക്കുന്നു. യാതൊരു പ്രയോജനവുമില്ലാത്ത വെറും വായ്ത്താരികളായ പ്രാർത്ഥനകൾ. മുഴങ്ങുന്നു നമുക്ക് ചുറ്റും പള്ളിമണികൾ. ആത്മാവിൽ ദരിദ്രരായ മഹാപുരോഹിതന്മാർ മുഴക്കുന്ന പള്ളിമണികൾ. യേശുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മരിച്ചവർക്ക് വേണ്ടി മുഴക്കുന്ന പള്ളിമണികൾ. Thank you for watching. Stay tuned for the next episode. Goodbye.